ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 5-ാം തിരുവചനം. അവൻ വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞാൻ പോയി ദൈവത്തെ ആരാധിച്ചിട്ട് വരാം. ബൈബിളിൽ ദൈവാരാധനയെക്കുറിച്ച് പറയുന്ന ആദ്യ തിരുവചന ഭാഗമാണ് ഞാനും മകനും പോയി ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാം. മുംബൈയിലെ നാനേഘട്ട് വെള്ളച്ചാട്ടത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ഏറെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകത, സാധാരണ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ് ഭൂഗുരുത്വ ആകർഷണ ബലത്താൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. എന്നാൽ മുംബൈയിലെ നാനേഘട്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വിനോദസഞ്ചാരികൾ ഏറെ ആകർഷിക്കപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇവിടെ വെള്ളം താഴേക്കല്ല വീഴുന്നത്, മറിച്ച് മുകളിലേക്ക് പറന്നുയരുകയാണ്. എന്തുകൊണ്ടാണ് നാനേഘട്ട് വെള്ളച്ചാട്ടം മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ലോജിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ വളരെ ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശക്തമായ കാറ്റ് വീശുമ്പോൾ ഈ വെള്ളം മുകളിലേക്ക് മേഘപടലങ്ങളിൽ ചെന്ന് വീഴുകയാണ്. പ്രിയരെ, പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് എന്നിലും നിങ്ങളിലും ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ പിതാമഹനായ അബ്രാഹം പറഞ്ഞതുപോലെയുള്ള ഒരു ശക്തി നമുക്ക് കടന്നു വരും. നമ്മുടെ പ്രതിസന്ധികളുടെയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ദുഃഖദുരിതങ്ങളുടെയും നടുവിലും ഞാൻ കർത്താവിന് ബലിയർപ്പിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. കാത്തിരിപ്പിനൊടുവിൽ ദൈവം ദാനമായി കൊടുത്ത മകനെയും കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ തന്നെ അറിയാം, ദൂത് കിട്ടിയിട്ടുണ്ട് അബ്രാഹത്തിന്. അവനെ മോറിയ ദേശത്ത് മലയിൽ കൊണ്ടുപോയി എനിക്കായി ബലിയർപ്പിക്കണം. ഈ അറിവ് പൂർണ്ണമായും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു തുള്ളി കണ്ണുനീര് പോലും തൻ്റെ കണ്ണിൽ നിന്ന് വീഴാതിരിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന നൊമ്പരക്കടലിൽ കരഞ്ഞുകൊണ്ട് മുഖത്ത് പുഞ്ചിരി വിടർത്തി ഭാര്യയോട് പറയുന്നുണ്ട്, ഞാനും മകനും ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എവിടേക്കാണ് ഈ മകനെയും കൊണ്ട് പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് അബ്രാഹം പറയുകയാണ്, ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരും. എന്നാൽ അബ്രാഹത്തിന് അറിയാം, ഇതെൻ്റെ പൊന്നുമോനെ ബലിയർപ്പിക്കാനുള്ളൊരു യാത്രയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കടബാധ്യതയുടെയും രോഗത്തിൻ്റെയും തകർച്ചയുടെയും അപമാനഭാരത്തിൻ്റെയും ദുഃഖ ദുരിതത്തിൻ്റെയും നടുവിൽ ദൈവത്തെ ആരാധിക്കാൻ നിനക്ക് കഴിയൂ? ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ? നിന്റെ എല്ലാ പ്രശ്നങ്ങളും കർത്താവ് പരിഹരിക്കും. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ നിർവഹിക്കാൻ കഴിയുന്ന പരമപ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് ദൈവാരാധനയാണ്. എന്താണ് യഥാർത്ഥമായ ആരാധന? യഥാർത്ഥമായ ആരാധന എന്താണെന്നുള്ള ചോദ്യത്തിന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ പറയുകയാണ്, ആത്മാവിലും സത്യത്തിലും നീ ദൈവത്തെ ആരാധിക്കുന്നവനായി മാറണം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവനായി മാറിക്കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവമായ കർത്താവ് പരിഹരിക്കും. നിന്റെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഭൂമിയിൽ വീഴാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട്. അത് ആകാശങ്ങളിലേക്ക് എടുക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ പറഞ്ഞത്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ലെന്ന് ദാവീദ് സങ്കീർത്തകൻ 23-ാം അധ്യായത്തിൽ നമ്മോട് പറഞ്ഞു തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തിൽ
ഫിനെഹസ് എന്ന് പറയുന്ന ഒരു മകനെ കാണുന്നുണ്ട്. ഏലയാസറിന്റെ പുത്രനായ ഫിനെഹസിന് മഹത്വത്തിൽ 3-ാം സ്ഥാനമാണ്. ഏലയാസറിന്റെ പുത്രനായ ഫിനെഹസിന് മഹത്വത്തിൽ 3-ാം സ്ഥാനം എങ്ങനെയാണ് കിട്ടിയതെന്ന് 3 കാര്യങ്ങളാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഒന്ന്, അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ യുവതി യുവാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥമായ അറിവ്. ആകയാൽ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവൻ അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കും. ദൈവഭക്തിയിൽ തീഷ്ണത ഉള്ളവനായിരുന്നു ഫിനെഹസ്. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ധ്യാനങ്ങളും മോട്ടിവേഷൻ ക്ലാസ്സുകളുമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ, പല ഇൻസ്റ്റിറ്റ്യൂഷനിലും കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് മക്കളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പണക്കാരുടെയും ഒന്നിനും കുറവില്ലാത്തവരുടെയും മക്കൾ തന്നെയാണ്. പക്ഷെ ഇന്ന് സപ്ലി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാത്തിൻ്റെയും പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിവേരന്വേഷിച്ച് നോക്കുമ്പോൾ അവസാനം കണ്ടെത്തുന്നത് ദൈവവിശ്വാസത്തിൽ കോട്ടം വന്നു, ആരാധനയ്ക്ക് പോകാതെയായി, ദൈവാരാധനയെ പുച്ഛിച്ചു തള്ളി. എൻ്റെ പ്രിയ സഹോദരികളെ, സഹോദരന്മാരെ, ദൈവത്തെ എപ്പോൾ നമ്മൾ 1-ാം സ്ഥാനത്ത് നിന്ന് മാറ്റി 2-ാം സ്ഥാനത്തേക്ക് വെക്കുന്നുണ്ടോ അവിടെ നമ്മുടെ തകർച്ച ആരംഭിക്കുകയാണ്. അതുകൊണ്ട് പ്രമാണം പറയുന്നത് പോലെ എല്ലാറ്റിലുമുപരി ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് ഉയർന്ന പാറമേൽ കർത്താവ് നമ്മെ കയറ്റി നിർത്തും. സങ്കീർത്തനം 27:5 പറയുന്നത് അതാണ്. ക്ലേശകാലത്ത് കർത്താവ് തൻ്റെ ആലയത്തിൽ അവിടുന്ന് നമ്മെ ഒളിപ്പിച്ചു നിർത്തും. ജസ്റ്റ് ആഫ്റ്റർ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, കുറച്ച് സമയത്തിന് ശേഷം കർത്താവ് നിന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഓട്ടക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എറിക് ഹെൻറി ലിഡാൾ എന്നാണ്. ചൈനക്കാരനാണ്. അത്രമാത്രം വിശ്വാസമൊന്നുമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം. എന്നാൽ അവിടെയുമുണ്ട് തീപ്പാറുന്ന വിശ്വാസമുള്ള വ്യക്തികൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ അറിയാനിടയായി, ദൈവാരാധനയ്ക്ക് വേണ്ടി 100 മീറ്റർ ഓട്ടത്തിൽ അനായാസെ കിട്ടേണ്ട സ്വർണ്ണ മെഡൽ വേണ്ടെന്ന് വെച്ചവനാണ് എറിക് ഹെൻറി ലിഡാൾ. ഞായറാഴ്ച ഒളിമ്പിക്സ് കമ്മിറ്റി 100 മീറ്റർ ഓട്ടം തീരുമാനിച്ചു. ഫൈനൽ റൗണ്ട് ഞായറാഴ്ചയാണ് തീരുമാനിച്ചത്. എറിക് ഹെൻറി ലിഡാൾ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും ഞായറാഴ്ച ഓടുകയില്ല. കാരണം അതെൻ്റെ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള ദിവസമാണ്. എൻ്റെ ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ദൈവാരാധനയാണ് ഈ ഭൂമിയിൽ മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും പരമമായ പ്രവൃത്തിയെന്ന് നമ്മെ പഠിപ്പിച്ചു തന്ന ദൈവാത്മാവ് ഓരോ പിതാമഹന്റെയും ഓരോ മാതാപിതാക്കളുടെയും ഹൃദയത്തിലേക്ക് തന്റെ മക്കളെ പഠിപ്പിക്കേണ്ട ആശയം ഇതാണ്. മക്കളെ, ദൈവാരാധന വിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. വിശുദ്ധ കുർബാന വിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യരുത്. നിങ്ങൾ ഒത്തിരിയേറെ പഠിക്കുന്നവരായിരിക്കാം, ഒത്തിരി ജോലി തിരക്കുകൾ നിങ്ങളുണ്ടായിരിക്കാം, നിങ്ങൾ വിദേശത്തായിരിക്കാം, സ്വദേശത്തായിരിക്കാം. എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി ദൈവാരാധനയ്ക്ക് സമയം കണ്ടെത്തിയിരിക്കണം. കാരണം നിന്റെ ഉയർച്ചയുടെ ബേസ്, നിന്റെ വളർച്ചയുടെ ചവിട്ടുപടി ദൈവാരാധനയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഏലയാസിന്റെ പുത്രനായ ഫിനെഹസ് ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം മുഴുവൻ വഴിതെറ്റിയപ്പോഴും അവൻ വഴിതെറ്റാതെ അവനിങ്ങനെ ഉറച്ചു നിന്നു, നട്ടെല്ല് നിവർത്തി. ചൈനയിലെ അത്ലറ്റിക്കാരന് എറിക് ഹെൻറി ലിഡാൾ പറഞ്ഞു, ഞാൻ ഞായറാഴ്ച ഓടില്ല, മറ്റേത് ദിവസം ഓട്ടമത്സരം വെച്ചാലും ഞാൻ ഓടും. ഒളിമ്പിക്സ് കമ്മിറ്റി ഒരാൾക്ക് വേണ്ടി അവരുടെ തീരുമാനം മാറ്റിയില്ല.
മറ്റൊരു വ്യക്തി സ്വർണ്ണ മെഡൽ നേടി, 100 മീറ്ററിൽ സ്വർണ്ണ മെഡൽ നേടി. എന്നാൽ അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ തിക്താനുഭവങ്ങൾ ഉണ്ടായി, വീട്ടിൽ പ്രശ്നമുണ്ടായി, രാജ്യത്തേക്ക് കടക്കാൻ പറ്റാതെയായി. 100 കണക്കിന് പ്രതിസന്ധികളുടെ നടുവിൽ രാജ്യത്തിലെ കലാപകാരികൾ അദ്ദേഹത്തെ പോർവിളികൾ നടത്തി കൊല ചെയ്യുമെന്ന് വധഭീഷണി മുഴക്കി. അവിടെയും ചങ്കുറപ്പോടെ എറിക് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഞായറാഴ്ച ദൈവാരാധനയുടെ ദിവസമാണ്. മറ്റേത് ദിവസം ഓടാൻ പറഞ്ഞാലും ഞാൻ ഓടാം. എന്താണ് സംഭവിച്ചതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ കൂടെ 800 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന കൂട്ടുകാരൻ പരിശീലന സമയത്ത് കാൽവേദനയായി അതിൽ നിന്ന് പിന്തള്ളപ്പെട്ടു. ദൈവത്തിൽ ആശ്രയിച്ച എറിക് 1 സാമുവേൽ 2:30 those who honor me I will honor, എന്നെ ആദരിക്കുന്നവനെ ഞാൻ ആദരിക്കും. ഈ വചനത്തിന്റെ ശക്തിയാൽ ഈ വചനത്തെ മുറുകെ പിടിച്ച് അവൻ ഒഫീഷ്യലിനോട് പോയി പറഞ്ഞു, ഞാൻ 800 മീറ്റർ ഓട്ടത്തിൽ ഓടട്ടെ. അവർ ആദ്യം വേണ്ട, നിനക്ക് പരിശീലനം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഫിലിപ്പി. ഈ വചനം അവനിൽ വളരെ ശക്തിയായി മാംസം ധരിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഓടാം, ദൈവം എനിക്ക് സ്വർണം തരും. കാരണം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് 100 മീറ്റർ ഓട്ടം വേണ്ടെന്ന് വെച്ചത്. അത് അനായാസെ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. തലേ ദിവസം പരിശീലനത്തിലൊക്കെ വളരെ വേഗത്തിൽ ഓടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകളെ കുറിച്ച് പത്രമാധ്യമങ്ങൾ എഴുതിയത് അദ്ദേഹത്തിൻ്റെ കാലുകൾ കലമാന്റെ വേഗതയുള്ളതാണ്, അദ്ദേഹം ഓടുകയല്ല പറക്കുകയാണെന്നൊക്കെയാണ് എഴുതി വെച്ചത്. പക്ഷേ ഞായറാഴ്ചയുടെ പേരിൽ അത് വേണ്ടെന്ന് വെച്ചപ്പോൾ 800 മീറ്റർ ഓട്ടത്തിന് കർത്താവ് ഒരു അവസരമൊരുക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. വാട്ട് ഈസ് ദ ലക്ക് എന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. എന്താണ് ഭാഗ്യം? എന്താണ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവർ പ്രിപ്പറേഷൻ മീൻസ് ദ ഓപ്പർച്യൂണിറ്റീസ് കോൾഡ് ലക്ക്. നമ്മുടെ പരിശ്രമങ്ങൾ അവസരങ്ങളുമായി കൂട്ടിമുട്ടിക്കുന്നതാണ് ഭാഗ്യം, അല്ലാതെ അത് ലോട്ടറി അടിക്കുന്നതല്ല. നമ്മുടെ കഠിനമായ പരിശ്രമങ്ങൾ അവസരങ്ങളുമായി കൂട്ടിമുട്ടിപ്പിക്കുന്നത് ദൈവമാണ്. കണ്ടില്ലേ, ദൈവത്തിന് വില കൊടുത്തപ്പോൾ 800 മീറ്റർ ഓട്ടത്തിൽ ഓടുകയാണ്. ERIC എറിക് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ആദ്യം 300 മീറ്റർ കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും നിരാശപ്പെട്ടു പോകും. കാരണം 300 മീറ്റർ കഴിഞ്ഞപ്പോഴേക്കും 7 പേര് മുന്നിലോടുന്നു, എറിക് എല്ലാവരുടെയും പിന്നിലായി. തളർന്നു വീഴാൻ പോവുകയാണ്, ഓടാൻ പറ്റാതെ വരികയാണ്. തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ദൈവവചനം those who honor me I will honor 1 സാമുവേൽ 2:30 ഒരിക്കൽ കൂടെ എടുത്ത് വായിച്ചിട്ട് പിന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണമേ, എനിക്ക് ശക്തി തരണമേ, ആബാ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി. പിന്നെ ഒരു കുതിപ്പാണ്, പിന്നെ ഒരു പറക്കലാണ്. ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്താത്ത വിധത്തിൽ അനായാസ വളരെ വേഗത്തിൽ 800 മീറ്റർ ഓടിയെത്തി സ്വർണ്ണ മെഡൽ നേടിയത് 100 മീറ്റർ ഓട്ടം വേണ്ടെന്ന് വെച്ച എറിക് ഹെൻറി ലിഡാളാണ്. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇതാണ് നിന്റെ ദൈവം. നിന്നെ ക്ലേശകാലത്ത് ഒളിപ്പിച്ചു നിർത്തും. അല്പസമയം കഴിഞ്ഞാൽ ഉയർന്ന പാറമേൽ നിന്നെ കയറ്റി നിർത്തുന്ന ദൈവമാ നിന്റെ ദൈവം. ദൈവത്തെ ആരാധിക്കുന്നവനെ, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്നവനെ ദൈവം ഒരിക്കലും തരം താഴാനോ അവഗണിക്കപ്പെടാനോ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 13:5 I will never leave you, I will never forsake you. ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയല്ല. ഇത് നമ്മുടെ ദൈവം തരുന്ന ഒരു വാഗ്ദത്ത വചനമാണ്. I will never leave you. ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിട്ടുണ്ട്. I will definitely help you. ഏശയ്യാ 41:10 പറയാണ്, ഞാനാണ് നിന്റെ ദൈവം. Don't afraid, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. മോശയോടെന്ന പോലെ, അബ്രാഹത്തോടെന്ന പോലെ, യാക്കോബിനോടെന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആയുഷ്കാലത്തിൽ ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. Nobody can defeat you എന്ന് കേൾക്കുന്ന പ്രിയ സഹോദര, ചുരുക്കം ഇത്രയേ ഉള്ളൂ. നിനക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പറ്റൂ, സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ പറ്റുമോ? ഇപ്പോഴത്തെ അവസ്ഥ വെച്ച്, ഇപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും നീ കടബാധിതനാണ്, രോഗിയാണ്, തകർന്നവനാണ്, അപമാന ഭാരത്താൽ
പുറന്തള്ളപ്പെട്ടവനാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവനാണ്, ആരും നിന്നെ പരിഗണിക്കുന്നില്ല, ബന്ധുമിത്രാദികൾ എപ്പോഴും നിന്നെ മാറ്റി നിർത്തുന്നുണ്ടോ? ഒന്ന് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയേ, ഒന്ന് ദൈവാരാധനയ്ക്ക് വില കൊടുത്തേ. നിന്റെ ദൈവം സർവശക്തൻ നിന്നെ കരങ്ങളിൽ വഹിക്കും. അതുകൊണ്ട് ആ ജെറമ്യായുടെ പുസ്തകത്തിൽ പറയും, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവനാണ്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഐ വിൽ ഹെൽപ്പ് യു, ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു. തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ ഫിനഹസ് എന്ന ചെറുപ്പക്കാരൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. നാട് മുഴുവൻ വഴിതെറ്റിപ്പോയപ്പോഴും ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നവനായിരുന്നു. അവനറിയാം, എൻ്റെ ദൈവം സർവശക്തനാ, ദൈവത്തെ ആരാധിച്ചാൽ ഞാൻ രക്ഷപ്പെടും. വീണ്ടും അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചു. കണ്ടോ, ഒരു ചെറുപ്പക്കാരൻ ഇസ്രായേലിന്റെ തൻ്റെ കുടുംബത്തിലുള്ളവരുടെ, തൻ്റെ സമൂഹത്തിലുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവനെ ഒരു പ്രവാചകനാക്കി കർത്താവ് ഉയർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് ഇന്നൊരു തീരുമാനമെടുക്ക്. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കും. ഒന്നാം സ്ഥാനം ദൈവാരാധനയ്ക്ക് കൊടുക്കും. ദൈവാരാധനയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാവുന്ന പരമപ്രവൃത്തി. അത് ഒരു ആഘോഷങ്ങളിലേക്കും ഞാൻ പോവുകയില്ല. എൻ്റെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കും. കർമ്മോന്മുഖമായ നന്മകൾ ചെയ്യും, മറ്റുള്ളവരെ സഹായിക്കും. ഗീവ് റാദർ ദാൻ റിസീവ്. വാട്ട് ഈസ് ക്രിസ്ത്യൻ മച്യൂരിറ്റി എന്നുള്ള ചോദ്യത്തിന് ആ പുസ്തകം നൽകുന്ന ഉത്തരം ഇതാണ്: ഗീവ് റാദർ ദാൻ റിസീവ്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുവാനായിട്ട് കഴിയുമോ? നീ ദൈവത്തെ ആരാധിക്കുന്നവനാ. കക്കോട്ടിൻ്റെ അവസ്ഥയാണ്. കക്കോട്ടല്ലേ ഈ നിലക്കിങ്ങനെ കളയ്ക്കുന്ന കൈക്കോട്ട്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാ. മണ്ണ് വെട്ടി എന്നൊക്കെ പറയും. ഇങ്ങോട്ട് വാ, എനിക്ക് ഇനിയും വേണം, ഇനിയും വേണം. അങ്ങനെ ഒരു പാട്ടുണ്ട്. ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. കർത്താവിനെ ആരാധിക്കുന്നവൻ നിസ്വാർത്ഥനാകും. അവന് അവരെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കും. അവന് തൻ്റെ അയൽവാസിയെ കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കും. വേദനിക്കുന്നവന്റെ കണ്ണുനീരൊപ്പാനുള്ള മനസ്സുണ്ടായിരിക്കും. അവനെപ്പോഴും ദൈവത്തിൻ്റെ മുഖമായിരിക്കും. ആടുകളുടെ മണമുള്ള ഇടയനായിരിക്കും അവൻ. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ പിൻചൊല്ലാൻ, ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചാൽ ഉയർച്ചകൾ നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്. അല്പകാലം കഴിഞ്ഞാൽ വൈകാതെ നിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് ഒരു അനുഗ്രഹം തരാൻ പോവുകയാണ്. വിശ്വസിച്ചേറ്റെടുത്തോ. ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ദൈവത്തെ ആരാധിക്കുന്നവൻ അവൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം അവനെ സാധിച്ചു തരും. ആമോസിന്റെ പ്രവചനത്തിൽ 9-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പടുത്തുയർത്തും, കേടുപാടുകൾ പോക്കി പഴയ പ്രൗഢിയോടെ ഞാൻ അതിനെ പണിതുയർത്തും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളൊക്കെ വീണുപോയവരാ. നമ്മളാരും തികഞ്ഞവരൊന്നുമല്ല. ഒരുവൻ പോലുമില്ലെന്നല്ലേ 3-ാം സ്വർഗം വരെ കണ്ട വിശുദ്ധനായ പൗലോസ്ലീഹ പോലും പറഞ്ഞിരിക്കുന്നത്. നമ്മളാരും തികഞ്ഞവരല്ല, നമ്മളാരും പൂർണ്ണരല്ല. നമ്മളെല്ലാവരും പാപികളാ, എല്ലാവരും ഒരുപോലെ വഴിതെറ്റിപ്പോയവരാ. മിക്ക പ്രവാചനം പറയാ, മിക്കായുടെ പുസ്തകം 7:8 പറയാ, മോനെ വീണാലും നീ എഴുന്നേൽക്കും, ഇരുട്ടിലിരുന്നാലും കർത്താവ് നിന്റെ വെളിച്ചമായിരിക്കും. ആരാണ് വീണാൽ എഴുന്നേൽക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിനെ ആരാധിക്കുന്നവൻ. ദൈവത്തെ ആരാധിക്കുന്നവൻ ഇന്നലകളിൽ ഏതെല്ലാം പാപത്തിലൂടെ നടന്നവനാണെങ്കിലും, പാഴ്വ ജന്മങ്ങളാണെങ്കിലും, ആർക്കും വേണ്ടാത്തവനാണെങ്കിലും, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനാണെങ്കിലും, നീ ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ നീ ഇന്ന് തീരുമാനിച്ചാൽ നാളെ നിന്നെ കർത്താവ് എടുത്ത് ഉയർത്താൻ പോവുകയാണ്.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളിത് യാത്രയിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടായിരിക്കാം, ഒരുപാട് നൊമ്പരക്കടലിൻ്റെ നടുവിലായിരിക്കാം നിങ്ങൾ ഈ സുവിശേഷ വചനം കേൾക്കുന്നത്. നീ എവിടെയാണിരുന്ന് കേൾക്കുന്നെങ്കിലും ഒരു നിമിഷം ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തോട് പറയുക, എൻ്റെ ദൈവമേ, നാളിതുവരെ ഞാൻ അങ്ങയെ പല സമയത്തും അവഗണിച്ചു, പക്ഷേ എങ്കിലും നീ എന്നെ ഒരിക്കലും അവഗണിച്ചില്ല, നീ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. നീ എൻ്റെ കരം പിടിച്ച് നടത്തി. ഇന്നലകളിൽ വന്ന അപകടത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു. എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക് വലിയൊരു അനുഗ്രഹം തന്നു. നാളിതുവരെ നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, എൻ്റെ വീഴ്ചകളെ ഓർത്ത് ഞാൻ മനസ്തപിക്കുന്നു. ഇല്ല കർത്താവേ, ഇനി ഒരു ദിവസം പോലും അങ്ങയെ ആരാധിക്കാതെ, അങ്ങയുടെ തിരുവചനം വായിക്കാതെ, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാതെ എൻ്റെ ജീവിതം ഇനി ആരംഭിക്കില്ല. എൻ്റെ ജീവിതം വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് മാത്രമേ ആരംഭിക്കൂ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാത്രമേ സേവിക്കൂ. ജോഷ 24:15, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാത്രമേ ആരാധിക്കൂ. ദൈവാരാധനയുടെ മക്കളാകാൻ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളിൽ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ മോറിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയ അബ്രാഹത്തിൻ്റെ ചങ്കുറപ്പുണ്ടാവണം. അവൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാനും മകനും പോയി ആരാധിച്ചിട്ട് തിരിച്ചു വരാം. വേലക്കാരെ അവിടെ നിർത്തി. അബ്രാഹത്തിന് അറിയാം, നമ്മുടെ പിതാമഹൻ അറിയാം, മകനെയാണ് ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നത്, തിരിച്ചവൻ എൻ്റെ കൂടെ വരില്ല എന്ന് മാനുഷിക ബുദ്ധിയിൽ അവൻ ചിന്തിച്ചിട്ടില്ല. അവൻ വിചാരിച്ചു, എൻ്റെ മകനെ മോറിയ മലയിൽ കൊണ്ട് ബലിയർപ്പിച്ചാലും ആ മരണത്തിന്റെ നടുവിൽ നിന്ന് ഉത്ഥാനം ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് എനിക്ക് അവന് തന്നത് എന്നുള്ള ഉത്തമ ബോധ്യം അബ്രാഹത്തിനുണ്ട്. അസാധ്യതകളുടെ നടുവിൽ എന്നെ രക്ഷിച്ചവനാണ് ദൈവമെന്നും എൻ്റെ ദൈവം എൻ്റെ എല്ലാമാണെന്നും എനിക്ക് നഷ്ടമായതൊന്നും എൻ്റെ ദൈവം അനുവദിക്കില്ലെന്നും ഉറപ്പുള്ള വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം കത്തിയെടുത്തപ്പോൾ ദൂതൻ വന്ന് പറഞ്ഞു, കൊല്ലരുത്. ദൈവത്തെ ആരാധിക്കുന്നവനാണോ നീ? ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്നവനാണോ നീ? നിന്നെ തൊടാൻ ഒരാൾക്കും പറ്റില്ല. Nobody can defeat you. നിന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അറിയോ? വചനം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഉൽപ്പത്തി 22:17, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽ തൈ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവൻ പിടിച്ചടക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ദൈവത്തെ നീ ആരാധിക്കുന്നവനാണോ? നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ അതിരുകൾ വിസ്തൃതമാകും. നിന്റെ മക്കൾ ദൈവാരാധനയുടെ മക്കളായി തീർന്നാൽ നീ ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ ഇതാ അപ്പൂപ്പൻ താടി പോലെ ഉയർത്തി കർത്താവ് നിന്നെ ഉയർത്തി നിർത്തും. പ്രിയരെ, സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മുഴുവൻ ഒരു സമർപ്പണം നടത്താൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചന ശുശ്രൂഷ കേട്ട നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. വൈകാതെ ഒരു അത്ഭുതം നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഹബക്കൂക്ക് 1:5 പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു വലിയൊരു അത്ഭുതം കർത്താവ് ഈ വചന ശുശ്രൂഷ കേട്ട നിങ്ങളുടെ കുടുംബത്തിലേക്ക് തരുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാമഹനായ അബ്രാഹാം, വിശ്വാസത്തിലെ പിതാവ്, പ്രതിസന്ധികളുടെ നടുവിലും ധീരതയോടെ ആരാധിച്ചതുപോലെ നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിലെ, നമ്മുടെ ദുഃഖദുരിതങ്ങളുടെ, കഷ്ടപ്പാടിൻ്റെ, കടബാധ്യതയുടെ, രോഗത്തിൻ്റെ, തകർച്ചയുടെ, ഒറ്റപ്പെടത്തലിൻ്റെ ഈ വേദനയുടെ നിമിഷത്തിൽ കണ്ണും പൂട്ടി കർത്താവിനെ ആരാധിക്കാം. എൻ്റെ ദൈവം വലിയവനാ, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 57:2-3 പറയുന്നു, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം അവിടുന്ന്
എന്നെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നൊരു ദൈവത്തെ തന്നെ. 57:3 പറയുക സങ്കീർത്തകൻ, സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് കർത്താവ് നമ്മെ രക്ഷിക്കും. ദൈവമേ, ഇനിയുള്ള ജീവിതം മുഴുവൻ ദൈവാരാധനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് വചനവായനയിൽ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊള്ളാം. ഇന്നലകളിൽ വീണുപോയ കുറവുകളെ ഓർത്ത് മനസ്തപിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കണമേ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ ഒളിപ്പിച്ച് നിർത്തണമേ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാത്രമേ ഇനി ആരാധിക്കൂ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.